يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണികനായ പടച്ച റബ്ബിൻ്റെ ദീനി വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ച് പ്രാവർത്തികമാക്കി അള്ളാഹുവിൻ്റെ തൃപ്തി ഇഹത്തിലും പരത്തിലും നേടിയെടുക്കുന്ന സൽക്കർമ്മകാരികളാകുന്ന സന്മാർഗികളിൽ ഉൾപ്പെടണമേ എന്ന് എന്നെയും നിങ്ങളെയും ആമുഖമായി ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള മഹാഭാഗ്യം മരിക്കുന്നത് വരെ അവൻ നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ വിശ്വാസി സമൂഹത്തിന് ഏറെ അനുഗ്രഹീതമായി തീരേണ്ട പ്രഭാത സമയവുമായി ബന്ധപ്പെടുത്തിയുള്ള ചില കാര്യങ്ങളായിരുന്നു നമ്മൾ സംസാരിച്ചത്. പ്രഭാത സമയത്ത് അതിൻ്റെ പ്രാരംഭത്തിൽ ഒരു വിശ്വാസി നിർവഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് സ്വലാത്തുൽ ഫജ്ർ എന്ന് പറയുന്നത്. ഫജ്ർ നമസ്കാരത്തെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ ഖുതുബയിൽ സ്വലാത്തുൽ ഫജ്റുമായി ബന്ധപ്പെടുത്തിയുള്ള അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ശ്രേഷ്ഠതയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസുകളിലൂടെ അറിയിച്ചത് നമ്മൾ ചർച്ചക്കെടുക്കുകയാണ്. നമസ്കാരം എന്ന് പറയുന്നത് സുബഹിയായിരുന്നാലും ലൊഹറായാലും അസറായാലും മഗ്രിബായാലും ഇശാ ആയിരുന്നാലും 5 വഖ്ത് നമസ്കാരങ്ങൾ അതിൻ്റെ സമയത്ത് നിർവഹിക്കുക എന്നത് നിർബന്ധമാണ്. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസായിൽ ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, തീർച്ചയായും സത്യവിശ്വാസികളുടെ മേൽ നമസ്കാരം സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ കർമ്മമാകുന്നു. നമ്മുടെ സൗകര്യമനുസരിച്ചല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ അറിയിച്ച സമയം ഓരോ നമസ്കാരത്തിലും മനസ്സിലാക്കുകയും അതാത് സമയങ്ങളിൽ തന്നെ അത് നിർവഹിക്കുകയും ചെയ്യുക. ഇളവുകളുള്ള സമയത്ത് അത് എടുക്കുകയും ചെയ്യാവുന്നതാണ്, അതിന് പ്രശ്നമില്ല. പക്ഷേ സ്വാഭാവികമായ നമ്മുടെ ജീവിതത്തിൽ മണിക്കൂറുകൾക്കിടക്ക് നമ്മൾ നിർവഹിക്കേണ്ട നിർബന്ധ നമസ്കാരം ന്യായമായ കാരണങ്ങളില്ലാതെ അതിൻ്റെ സമയം തെറ്റിച്ച് ഭക്തി നഷ്ടപ്പെടുത്തി നിർവഹിക്കുന്ന പ്രവണത ഇസ്ലാമിക സമൂഹത്തിലുണ്ട്. അള്ളാഹു നമ്മെ അതിൽ നിന്ന് സംരക്ഷിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അൻ അബ്ദുല്ലാ ഖാല സഅൽതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബി പറയാൻ, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, പടച്ച റബ്ബിന് ഏറ്റവും പ്രിയങ്കരമായ കർമ്മം ഏതാണ്? ഖാല, പ്രവാചകൻ പ്രതിവചിച്ചു, അസ്സലാത്തു അലാ വഖ്തിഹാ, നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കലാണ്. മറ്റൊരു ഹദീസിൽ നമസ്കാരം അതിൻ്റെ ആദ്യ സമയത്ത് നിർവഹിക്കലാണ് എന്ന്. അപ്പോൾ നമസ്കാരം അതിൻ്റെ ആദ്യ സമയത്ത് നിർവഹിക്കലാണെങ്കിൽ ഫജ്ർ നമസ്കാരവുമായി ബന്ധപ്പെടുത്തി ഇസ്ലാമിക സമൂഹത്തിൽ അഥവാ നമ്മളിൽ ഇന്നത്തെ ഫജ്ർ നമസ്കാരം തന്നെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ കേൾക്കുന്ന പറയുന്ന ഞാനടക്കമുള്ള നമ്മൾ ഇന്ന് സുബഹി നമസ്കാരം എപ്പോഴാണ് നിർവഹിച്ചത്, എവിടെ വെച്ചാണ് നിർവഹിച്ചത്?
അനുഗ്രഹീതമായ പ്രഭാതം എൻ്റെ ഉമ്മത്തിന് ലഭിക്കണമേ, നൽകണമേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രഭാത ജീവിതവും തുടർന്നുള്ള കാര്യങ്ങളുമൊക്കെ നിഅമത്തും ബറക്കത്തുമായി തീരണമെങ്കിൽ അതാത് സമയത്ത് നിഷ്കർഷിക്കപ്പെട്ടത് നിർവഹിക്കണം നമ്മൾ. അപ്പൊ ഇന്ന് എപ്പോഴാണ് നമ്മൾ പ്രഭാത നമസ്കാരം നിർവഹിച്ചത്? നമ്മുടെ വീട്ടിലുള്ളവർ. അതേപോലെ തന്നെ നമ്മൾ എവിടെ വെച്ചാണ് നിർവഹിച്ചത്? സുബഹി നമസ്കാരത്തിന്റെ സമയം അറിയുകയില്ല എന്ന് പറയാൻ നമുക്കാർക്കും സാധ്യമല്ല. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് നവീകരിച്ചു കൊണ്ടിരിക്കുന്നതും നവീകരിക്കപ്പെട്ടതും പുതുതായി നിർമ്മിക്കപ്പെട്ടതും നിലനിൽക്കുന്നതുമായ എത്രയെത്ര മസ്ജിദുകളാണ്, പള്ളികളാണ് നമ്മുടെയൊക്കെ മഹല്ലുകളിൽ, പ്രദേശങ്ങളിലുള്ളത്. ഇസ്ലാമിക ഉമ്മത്ത് ജുമഅയിൽ പങ്കെടുക്കുന്ന അവരുടെ അംഗബലത്തിന്റെ ശരാശരി ഫജ്ർ നമസ്കാരത്തിൽ, സുബഹി നമസ്കാരത്തിൽ ഉണ്ടാകാത്തിടത്തോളം കാലം ഞങ്ങൾക്ക് അവരെ ഭയപ്പെടേണ്ട ഒന്നുമില്ല എന്നൊരു ജൂത പണ്ഡിതൻ പറഞ്ഞു വെച്ചത് ഓർമ്മ വരികയാണ്. ഇന്ന് നമ്മുടെ ഉമ്മത്ത് ഫേസ് ചെയ്യുന്ന നിരവധി വിവാദങ്ങളും വിഷയങ്ങളും വിഷമങ്ങളും പ്രശ്നങ്ങളും ഒക്കെയുണ്ട്. എന്താണ് അതിൻ്റെ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ പ്രാമാണിക തലങ്ങളിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോയി. നിർവഹിക്കേണ്ട കാര്യങ്ങൾ യഥാസമയത്ത് നിർവഹിക്കുന്ന സൂക്ഷ്മത, ഭക്തി, ആ ഒരു ഇസ്ലാമിക ബോധം, ദീനീ നിഷ്ഠ നമ്മുടെ തലമുറക്കും നമുക്കും നഷ്ടപ്പെട്ടു പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന്റെ സംരക്ഷണം സാധ്യത ഏറ്റെടുക്കുമോ നമ്മൾ ആലോചിക്കണം. വഴിവിട്ട ജീവിതങ്ങൾ, അധർമ്മങ്ങൾ, അനാശാസ്യങ്ങൾ, മക്കൾ പറഞ്ഞത് കേൾക്കുന്നില്ല. അതേപോലെ തന്നെ ഈ സമൂഹത്തിന്റെ ഗതിവിഗതികൾ, മുന്നോട്ടുള്ള പ്രയാണം ഈ കോലത്തിലായി കഴിഞ്ഞാൽ കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, അതേപോലെ തന്നെ സാമ്പത്തിക മേഖലകൾ, സാംസ്കാരിക തലങ്ങൾ, ഏത് ഭാഗമെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും മഹല്ല് ഭാരവാഹികൾക്ക്, സംഘടനാ സാരഥികൾക്ക്, ഈ ഉമ്മത്തിനെ നയിക്കുന്ന ആളുകൾക്ക്, കാരണവന്മാർക്ക്, ഉത്ബുദ്ധതയുള്ള ആളുകൾക്ക് ഈ ഉമ്മത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രത്യാശയുള്ള, അതല്ലെങ്കിൽ ആശ്വാസം കൊള്ളാൻ വകയുള്ള ഒരു ഇസ്ലാമിക നിലവാരത്തിലാണോ നമ്മുടെ മുന്നോട്ട് പോക്ക് നമ്മൾ ആലോചിക്കണം. ആമുഖമായി ഓതി വെച്ച ആയത്ത് വിശുദ്ധ ഖുർആനിലെ 19-ാം അധ്യായം 59-ാം സൂക്തം. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫു, തലമുറകൾക്ക് ശേഷം അങ്ങനെ തലമുറയായി, പ്രവാചകന്മാർക്ക് ശേഷം പിന്നീട് പ്രവാചകന്മാർ, ഓരോരോ സമൂഹങ്ങളും അങ്ങനെ കടന്നു പോകുമ്പോൾ അതിൽ ചില വിഭാഗങ്ങൾ ഖൽഫുൻ അളാഉ സ്വലാഹ്, അവർ നമസ്കാരത്തിൽ വീഴ്ച വരുത്തി. വത്തബഉ ശഹവാത്ത്, സ്വന്തം ഇച്ഛകളെ, ഇഷ്ടങ്ങളെ അവർ പിൻപറ്റുകയും ചെയ്തു. ഫസൗഫ യൽഖൗന ഗയ്യാ, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള അധപ്പതനങ്ങളിലേക്ക്, മോശമായ ദുർമാർഗത്തിന്റെ പാതയിലേക്ക് അവർ വ്യതിചലിച്ചു പോവുകയും ചെയ്തു. എല്ലാത്തിൻ്റെയും കാരണം ഇതാണ്. ഇച്ഛകൾക്ക് മനുഷ്യൻ വഴിപ്പെടുകയാണ്. പ്രഭാത സമയത്ത് നമസ്കാരത്തിന്റെ നിർബന്ധ നമസ്കാരങ്ങൾ ഒരു ദിനത്തിൽ ആദ്യമായി തുടങ്ങുന്നത് ഫജ്ർ നമസ്കാരത്തോടു കൂടിയാണ്. അപ്പൊ നമ്മുടെ സ്റ്റാർട്ടിങ്, നമ്മുടെ ആരംഭം ഏതു കോലത്തിലായി? ഇച്ഛക്ക് നമ്മൾ വഴിപ്പെട്ടില്ലേ? ഏസിക്കും തണുപ്പിനും പുതപ്പിനും അതേപോലെ ഉറക്കമെന്ന ഇച്ഛക്കുമൊക്കെ വഴിപ്പെട്ട് നമ്മൾ ഒന്നുമല്ലാതെയായി കൊണ്ടിരിക്കുകയല്ലേ? ഇച്ഛകളെ അതിജീവിച്ചുകൊണ്ട് കടന്നു വരുന്ന മനുഷ്യൻ വിൽപ്പവറുള്ള മനുഷ്യനാണ് എന്ന് പറയും. അതുകൊണ്ടാണ് പ്രഭാതത്തെ കീഴൊതുക്കാൻ കഴിയുന്ന ആളുകൾക്ക്, നേരത്തെ ഒരു ദിനം സമാരംഭം കുറിക്കാൻ കഴിയുന്ന ആളുകൾക്ക് ലോകം കീഴടക്കാൻ കഴിയും, തങ്ങളുടേതായ ആഗ്രഹങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഴിയുമെന്ന് പറയാനുള്ള കാരണം മിക്ക ആളുകൾക്കും അതിന് സാധിക്കൂല. എന്ന ഫജ്റിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന ആളുകൾ തങ്ങളുടെ ഇച്ഛകളെ, ഇഷ്ടങ്ങളെയൊക്കെ മാറ്റിവെച്ച് അതിനെ ഓവർകം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് അവർ ഇറങ്ങിത്തിരിക്കുന്നത്. അങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ്സുകൾ, നേട്ടങ്ങൾ, അനുഗ്രഹങ്ങൾ എന്തൊക്കെയാ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച ഹദീസ്, മൻ സ്വല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. മൻ സ്വല്ല സുബ്ഹ, ആരെങ്കിലും സുബ്ഹ് നമസ്കരിച്ചു കഴിഞ്ഞാൽ, സംഘടിതമായി ജമാഅത്തായി സുബ്ഹ് നമസ്കാരത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ, ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, അവൻ അള്ളാഹുവിന്റെ ഉത്തരവാദിത്തത്തിലാണ്, അള്ളാഹുവിന്റെ സംരക്ഷണം ഏറ്റു എന്നാണ്. നമ്മുടെ സംരക്ഷണം ഇന്ന് അള്ളാഹു ഏൽക്കോ? ഭാര്യമാര് ഭർത്താക്കന്മാരെ ജോലിക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് പ്രായപൂർത്തിയെത്തിയ മക്കൾ കോളേജിലേക്ക്, പഠന കലാലയങ്ങളിലേക്ക് പോകുമ്പോൾ നോക്കിക്കൊണ്ട് പറയാൻ കഴിയോ? അഭൗതികമായി അള്ളാഹു അവരുടെ സംരക്ഷണം ഏറ്റെടുക്കും. കാരണം അള്ളാഹുവിന്റെ ഉത്തരവാദിത്തത്തിൽ, സംരക്ഷണത്തിൽ അവർക്ക് ഉൾപ്പെടാൻ സാധിക്കുന്ന പ്രഭാത നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിച്ചിട്ടാണ് അവർ അധ്വാനത്തിലേക്ക്, ഉപജീവനത്തിലേക്ക്, പഠനത്തിലേക്ക്, യാത്രയിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നത്. അള്ളാഹിന്റെ സംരക്ഷണം നമുക്ക് കിട്ടും. എന്തുകൊണ്ടാണ് നമുക്കും ഈ ഖൗമിന് ഇത് കിട്ടാതെ പോകുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല
നിർണയിച്ച സമയത്ത് നിർവഹിക്കണില്ല. ഇതിന്റെ മഹത്വം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഇറങ്ങി പുറപ്പെടാത്തത്. വലൗ യഅലമൂന മാ ഫിൽ അതമതി വസ്സുബ്ഹി ലഅതൗഹുമാ വലൗ ഹബ്വാ. മറ്റൊരു ഹദീസിൽ വലൗ യഅലമൂന, അവർ അറിഞ്ഞിരുന്നു എങ്കിൽ, മാ ഫിൽ അതമതി വസ്സുബ്ഹി, അസർ നമസ്കാരത്തിലും അതേപോലെ തന്നെ ഫജ്ർ നമസ്കാരത്തിലും അതിൻ്റെതായിട്ടുള്ള ശ്രേഷ്ഠത ഫضൽ അവർ തിരിച്ചറിഞ്ഞിരുന്നു എങ്കിൽ ലഅതൗഹുമാ വലൗ ഹബ്വാ, ഇഴഞ്ഞുകൊണ്ടെങ്കിലും നിരങ്ങി നീങ്ങിയെങ്കിലും അവർ സുബഹി നമസ്കാരത്തിനൊക്കെ പള്ളിയിൽ എത്തുമായിരുന്നു എന്ന്, നിരങ്ങിയെങ്കിലും പള്ളിയിലെത്തുമായിരുന്നു എന്ന് സുബഹിന്റെ പ്രാധാന്യം അവർ മനസ്സിലാക്കിയിരുന്നു എങ്കിൽ. عن أبي بردة الأسلمي عن النبي صلى الله عليه وسلم قال بشر المشائين في الظلم إلى المساجد بالنور التام يوم القيامة. بشر المشائين, പ്രവാചകരെ താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കണം. ഫിൽ ദുലമി, ആർക്കറിയിക്കണം? ഇരുട്ടിൽ മസ്ജിദിലേക്ക് പോകുന്ന ആളുകൾക്ക്. സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് തന്നെ പ്രഭാത നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് നടന്നു പോകുന്ന ആളുകൾ, പള്ളിയിലേക്ക് നമസ്കാരത്തിന് വേണ്ടി യാത്ര തിരിക്കുന്നവരുണ്ടല്ലോ. ബിന്നൂരി താമി യൗമൽ ഖിയാമ, അവർ പ്രകാശപൂരിതരായി പൂർണ്ണമായി പ്രകാശം ലഭിക്കുന്നവരായിട്ടായിരിക്കും പരലോകത്ത് എത്തിച്ചേരുക എന്ന്. ഫജ്ർ നമസ്കാരത്തിൽ പങ്കെടുത്ത് പരലോകത്ത് പ്രകാശപൂരിതമായ അനുഭവം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൻ അബീ ഹുറൈറത അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ ഗദാ ഇലൽ മസ്ജിദി വറാഹ അഅദ്ദല്ലാഹു ലഹു നുസ്ലഹു മിനൽ ജന്ന കുല്ലമാ ഗദാ ഔ റാഹ. ആരാണോ പ്രഭാതത്തിലും പ്രദോഷത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മസ്ജിദിലേക്ക് നമസ്കാരം ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങുന്നത് എങ്കിൽ അള്ളാഹു അവന് സ്വർഗത്തിൽ നുസ്ല്, സൽക്കാരം സംഘടിപ്പിക്കുന്നതാണ്. അവന്റെ ഓരോ പോക്കിലും അള്ളാഹു സ്വർഗീയ ആരാമത്തിൽ അവന് ചിലത് ഒരുക്കി വെക്കുന്നുണ്ട് എന്ന്. നമ്മുടെ സ്വർഗ പ്രവേശനത്തിന്റെ നിധാനമാണ് ഈ നമസ്കാരം എന്ന് പറയുന്നത്. അൻ നബി മൂസ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ സല്ലൽ ബർദൈനി ദഖലൽ ജന്ന. ആരാണോ അസ്റും അതേപോലെ തന്നെ സുബഹി നമസ്കരിക്കുന്നത് എങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അപ്പൊ സ്വർഗത്തിൽ കടക്കാൻ വേണ്ടിയാണ് നമ്മൾ ളുഹ്ർ നിസ്കരിക്കുന്നത്, അസ്ർ നിസ്കരിക്കുന്നത്, മഗ്രിബ് നിസ്കരിക്കുന്നത്, ഇശാ നമസ്കരിക്കുന്നത്, സുന്നത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ സുബഹി നമസ്കരിക്കുന്ന സമയം അതേതാ, എവിടെ വെച്ചാ അത് നമസ്കരിക്കാറുള്ളത്? 7 മണിക്ക്, 8 മണിക്ക്, 9 മണിക്ക്. ഓഫ് ഡേ ആണെങ്കിൽ തലേ ദിവസം മിഡ് നൈറ്റ് ഡിസോർഡർ ആക്കിയിട്ട് പിന്നെ നമ്മളും മക്കളും ഒക്കെ ഉണരുന്ന സമയമേതാ? ഹൈന്ദവരായ സഹോദരങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് അവരുടേതായ വിശ്വാസാചാരത്തിന്റെ ഭാഗമായിക്കൊണ്ട് തണുപ്പിനെ വകഞ്ഞു മാറ്റി ശബരിമലക്ക് പോകാൻ വേണ്ടിയിട്ട് അവർ ചില ചടങ്ങുകളും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകൃതിപരമായി നമുക്ക് എല്ലാ ആത്മീയമായും ആരോഗ്യപരമായും ഭൗതികമായും ഐഹികമായും അനുഗ്രഹങ്ങൾ സമ്മേളിക്കുന്ന ഫജ്റിന്റെ തുടക്കം പ്രഭാത നമസ്കാരം കൊണ്ട് തുടങ്ങാൻ കഴിയുന്ന എത്ര ഭാഗ്യവാന്മാർ ഈ ഉമ്മത്തിലുണ്ട്. ആ ആളുകളെ കൊണ്ട് ഈ ഉമ്മത്തിന് ആവശ്യമുണ്ട്. ഇതിലേ അവർക്ക് ഈ ഉമ്മത്തിനെ നയിക്കാൻ കഴിയുള്ളൂ. അംഗബലം കൊണ്ട് അതിജീവനം സാധ്യമല്ല. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ലാതെ ഈ ഖൗമിലെ അംഗങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. മഹല്ല് സംവിധാനങ്ങൾ മഹല്ല് പ്രവർത്തനം നടത്തുമ്പോൾ ആദ്യം നിർവഹിക്കേണ്ടതാ. ജുമാക്ക് പങ്കെടുക്കുന്നവരിൽ പലരും എന്തേ ഫജ്ർ നമസ്കാരത്തിന് പങ്കെടുക്കാതെ പോണത്? മഗ്രിബ് ജമാഅത്തിന്റെ അംഗബലം എന്തേ ഫജ്ർ സമയത്ത് ഇല്ലാതെ പോകുന്നത്? അതിനുള്ള സ്ക്വാഡ് വർക്കാണ് നടത്തേണ്ടത്, അത്തരത്തിലുള്ള ക്യാമ്പയിനുകളാണ് നടത്തേണ്ടത്. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കാത്ത, എന്നാൽ ഈ ഉമ്മത്തിന്റെ സാംസ്കാരികവും ധാർമ്മികവും ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ഇസ്സത്തും ബറക്കത്തും പ്രദാനം ചെയ്യുന്ന ലെറ്റ് us go to ഫജ്ർ നമാസ്, ഈ ക്യാമ്പയിനാണ് നടപ്പിലാക്കേണ്ടത്. നമുക്ക് പ്രഭാത നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകാൻ ഒരു ചെലവുമില്ല. ഇതിന് തയ്യാറുണ്ടോ? സംഘടനാ നേതാക്കന്മാർക്ക്, അനുയായികൾക്ക് പ്രാദേശിക തലത്തിൽ, മണ്ഡലം തലത്തിൽ, ജില്ലാ തലത്തിൽ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്? നമ്മളുണ്ടാക്കി ഈ പള്ളികളും കാര്യങ്ങളുമൊക്കെ പ്രകാശപൂരിതമാകേണ്ടത് അനുഷ്ഠാനം കൊണ്ടാ, ഇബാദത്ത് കൊണ്ടാ, അതിന്റെ പ്രഭാത സമയത്തുള്ള നിർവഹണം കൊണ്ടാ. വമൻ സല്ല സുബ്ഹ ഫീ ജമാഅ ഫകഅന്നമാ സല്ലൽ ലൈല കുല്ലഹ. നമ്മൾ അറിയണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, ആരെങ്കിലും ജമാഅത്തായി സംഘടിതമായ സുബഹി ജമാഅത്തിൽ ഒരാൾ പങ്കെടുത്തു കഴിഞ്ഞാൽ, നമസ്കരിച്ചു കഴിഞ്ഞാൽ, ഫകഅന്നമാ സല്ലൽ ലൈല കുല്ലഹ, അവൻ രാത്രി മുഴുവൻ നമസ്കരിച്ചതിന് തുല്യമാണ്. ചില ആളുകൾ രാത്രി നിസ്കരിക്കും, തഹജ്ജുദ് നിസ്കരിക്കും, സുബഹിക്ക് പള്ളി പോകാൻ കഴിയില്ല, ഉറങ്ങിപ്പോകും. അങ്ങനെയുള്ള ആളുകൾ തഹജ്ജുദ് നിസ്കരിക്കരുത് എന്നാ. കാരണം ഫജ്ർ നിർബന്ധ, ഫജ്ർ ഉറപ്പുവരുത്തിയിട്ടേ രാത്രി നിസ്കാരമുള്ളൂ. രാത്രി നമസ്കാരത്തിന്റെ ഫضലുകളെ കുറിച്ചും പറയാനുണ്ട് ഇൻഷാ അല്ലാഹ്. ഫകഅന്നമാ സല്ലൽ ലൈല കുല്ല,
രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലം ആരെങ്കിലും ആഗ്രഹിക്കുന്നു എങ്കിൽ സുബഹി ജമാഅത്തിൽ പങ്കെടുത്തുകൊള്ളട്ടെ എന്ന്. നരകവിമോചനത്തിന് പല മാർഗങ്ങളും പ്രവാചകൻ അറിയിച്ചിട്ടുണ്ട്. അതിലൊരു മാർഗം ഏതാ? ലൻ യലിജന്നാറ അഹദുൻ സല്ല ഖബ്ല തുലൂഇ ശംസ്. സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് നമസ്കാരം നിർവഹിച്ചവന്റെ മേൽ നരകം സ്പർശിക്കുകയില്ല. സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് നമസ്കാരം നിർവഹിച്ചവൻ എന്ന് പറഞ്ഞാൽ ഫജ്ർ നമസ്കാരം സുബഹി നമസ്കാരം നിർവഹിച്ചവർ നരകത്തിൽ കടക്കേണ്ടി വരികയില്ല. عن أبي هريرة قال قال النبي صلى الله عليه وسلم ليس صلاة أثقل على المنافقين من الفجر والعشاء. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്യാണ് പറയാ, ലൈസ സ്വലാത്തുൻ അസ്ഖല അലൽ മുനാഫിഖീൻ. കപട വിശ്വാസികളായ ആളുകൾക്ക് ഭാരമുള്ള നമസ്കാരങ്ങളിൽ പെട്ടതാണ് മിനൽ ഫജ്രി വൽ ഇശാ. ഇശാ നമസ്കാരവും ഫജ്ർ നമസ്കാരവും, പ്രഭാത നമസ്കാരവും ഇശാ നമസ്കാരവും മുനാഫിക്കുകൾക്ക് ബേഡനാണ്, ഭാരാണ്, പ്രയാസാണ് എന്ന്. അപ്പോൾ നമ്മളിലൊക്കെ നിഫാഖുണ്ടോ, കാപഡ്യുണ്ടോ, മുനാഫിക്കുകളുടെ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ അധപ്പതിക്കുണ്ടോ എന്ന് നോക്കാം. മുനാഫിക്കുകളെ കുറിച്ച് ഹദീസുകളിലും ആയത്തുകളിലൊക്കെ പലതും പറഞ്ഞിട്ടുണ്ട്. സംസാരിച്ചാൽ കളവ് പറയുക, വിശ്വസിച്ചാൽ ചതിക്കുക, വാക്ക് കൊടുത്താൽ ലംഘിക്കുക, തമ്മിൽ തെറ്റിയാൽ തെറി പറയുക. ഇങ്ങനെയുള്ള ഹദീസുകളിൽ മുനാഫിക്കുകൾ ആരാണെന്നുള്ള ഡെഫിനിഷൻ ഉണ്ട്. ആ ഡെഫിനിഷനൊക്കെ പലപ്പോഴും പല അനുഭവങ്ങളിലും നമ്മൾ പ്രാവർത്തികമാക്കിയിട്ടുണ്ടാകും. ഇതുകൂടി ആയിക്കഴിഞ്ഞാൽ ഏകദേശം മുനാഫിക്കു താമായി, മനസ്സിലായില്ലേ? തെറ്റിക്കഴിഞ്ഞാൽ തെറി പറയുക, സംസാരിച്ചാൽ കളവ് പറയുക, വിശ്വസിച്ചാൽ ചതിക്കുക, വാഗ്ദാനം ചെയ്താൽ ലംഘിക്കുക, സുബഹിസ്കാരത്തിന് പള്ളിയിലും കാണുന്നില്ല. എന്തായി? മുസ്ലിമാണോ മുനാഫിഖാണോ? എന്താ മുനാഫിക്കായുള്ള അവസ്ഥ? ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനൻ നാർ. നരകത്തിന്റെ അടിത്തട്ടിലാ മുനാഫിക്കുകളുടെ സ്ഥാനം. കാരണം അവർ ഇസ്ലാമിനെ കബളിപ്പിച്ചവരാ, ഇസ്ലാമിക ഉമ്മത്തിന്റെ ഊടുംപാവും നഷ്ടപ്പെടുത്തിയവരാ. ഞങ്ങൾ മുസ്ലിങ്ങളാന്ന് പറഞ്ഞു നടന്നവരാ. എന്നാൽ ഇസ്ലാമിന്റെ ക്വാളിറ്റിയോ അനുഷ്ഠാന മുറയോ ഇസ്ലാമിന്റെ വിധിവിലക്കുകളോ സ്ഥൈര്യമോ പാലിക്കേണ്ടടുത്ത് പാലിക്കാത്തവർ ഇസ്ലാമിന് ഉണ്ടാക്കിയ പോറൽ വലുതാ. അതുകൊണ്ടാണ് മുനാഫിക്കുകൾക്ക് കഠിന ശിക്ഷ എന്ന് പറഞ്ഞത്. അവരുടെ ഒരു തരത്തിലുള്ള അന്യായങ്ങളിലേക്ക്, അധർമ്മങ്ങളിലേക്ക്, സ്വഭാവരാഹിത്യങ്ങളിലേക്ക്, അനുഷ്ഠാന ദാരിദ്ര്യത്തിലേക്ക് ഇസ്ലാമിക ഉമ്മത്ത് പോകാൻ പാടില്ല. മുഖലിസായ മുസ്ലിമായി തീരാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അപ്പോൾ മുനാഫിക്കുകൾക്കാണ് സുബൈ നമസ്കാരം പ്രയാസം. അപ്പോൾ നമ്മളൊക്കെ ആലോചിക്കുക, സുബൈക്ക് പള്ളിയിൽ പോകാൻ കഴിയണില്ലെങ്കിൽ സൈൻ ഓഫ് ഹിപ്പോക്രസിയാണ്. കാപഡ്യത്തിന്റെ അടയാളങ്ങൾ നമ്മളിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അൻ അബീ ബർസ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതജ്തമിഉൽ മലായികത്തുൽ ലൈലി വമലായികത്തുൻ നഹാരി ഫീ സലാത്തിൽ ഫജ്ർ. പ്രഭാത സമയത്തുള്ള നമസ്കാരം, ആ നമസ്കാരത്തിൽ പകലിലേക്ക് ഡ്യൂട്ടിക്ക് വരുന്ന മലക്കുകളും രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന മലക്കുകളും സംഗമിക്കുകയാണ് എന്നാണ്. അവർ അള്ളാന്റെ സവിധത്തിലെത്തുമ്പോൾ അള്ളാഹ് അവരോട് ചോദിക്കും, എൻ്റെ അടിമകളെ നിങ്ങൾ എങ്ങനെയാണ് കണ്ടത് എന്ന്. ആ സമയത്ത് അവർ പറയും, യുസല്ലൂൻ, അവർ നമസ്കരിക്കുന്നവരായിട്ടാണ് കണ്ടത് എന്ന്. നമ്മെക്കുറിച്ച് പ്രഭാതത്തിൽ കണ്ട് പിന്നീട് അള്ളാന്റെ ഹദറത്തിലേക്ക് ചെന്നുകൊണ്ട് മലായിക്കത്തുകൾക്ക് പറയാൻ പറ്റുന്ന ഒരു സീൻ, ഒരു കാഴ്ച, ഒരു അനുഷ്ഠാനം, നമസ്കാരം നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നുണ്ടോ? എത്ര ഫജ്റുകൾ, സുബഹി നമസ്കാരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹിന്റെ സുന്നത്തിന്റെ പ്രാധാന്യം പോലും പഠിപ്പിച്ചത് റകഅത്താ അൽ ഫജ്രി ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. പ്രഭാത സമയത്ത് സുബഹിന്റെ 2 റക്അത്ത് സുന്നത്ത് എന്ന് പറയുന്നത് ഈ ദുനിയാവും അതിലുള്ളതിനേക്കാളുമെല്ലാം ശ്രേഷ്ഠതയുള്ളതാകുന്നു എന്ന്. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? സുബഹിന്റെ സുന്നത്തിന് ഈ ശ്രേഷ്ഠത ഉണ്ടെങ്കിൽ അപ്പോൾ സുബഹി നമസ്കാരത്തിന്റെ പവർ എത്രയായിരിക്കും, അതിൻ്റെ ഫضل എത്രയായിരിക്കും? ഈ ദുനിയാവും അതിലുള്ളതിനേക്കാളുമെല്ലാം. സാധാരണഗതിയിൽ പ്രവാചകൻ യാത്രയിൽ ജമ്മും കസ്റുമാക്കും. പക്ഷെ യാത്രയിൽ പോലും പ്രവാചകൻ ഒഴിവാക്കാത്ത നവാഫിലാണ് സുബഹിന്റെ 2 റക്അത്ത് സുന്നത്ത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാ. ആയിഷ قالت لم يكن النبي صلى الله عليه وسلم على شيء من النوافل أشد منه تعاهدا. എപ്പോഴും പ്രവാചകൻ ഒരു കരാർ എന്ന രൂപത്തിലായിരിക്കും. അലാ റക്അത്തൈ അൽ ഫജ്ർ, സുബൈന്റെ 2 റക്അത്തിൽ നിന്നാണ്. കാരണം സുബൈ ജമ്മാക്കാനും കഴിയില്ല, കസ്റാക്കാനും കഴിയില്ല. ഇപ്പൊ യാത്രയിലാണെങ്കിലും സുബൈ നമസ്കരിക്കുമ്പോൾ അതിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്ന, വീട്ടിൽ നിന്ന് 2 റക്അത്ത് ആ സുന്നത്ത് നമസ്കരിച്ച് നല്ല മനസ്സോടുകൂടി പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ മനസ്സിൽ ചിത്രീകരിച്ചു നോക്കൂ. അത് ഞാനും നിങ്ങളുമാക്കി ഇമാജിൻ ചെയ്തു നോക്കൂ. എത്രമേൽ അനുഗ്രഹമായിരിക്കും.
അല്ലേ? പ്രഭാതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അള്ളാഹുവിന് വിധേയപ്പെടുക. അതും വെള്ളിയാഴ്ചയാണെങ്കിലോ ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലുസ് സ്വലവാതി ഇൻദല്ലാഹി സ്വലാത്തുസ് സുബ്ഹി യൗമൽ ജുമുഅത്തി ഫീ ജമാഅ. നമസ്കാരങ്ങളിൽ വെച്ച് നിർബന്ധ നമസ്കാരങ്ങളിൽ ശ്രേഷ്ഠമായ നമസ്കാരമാണ് സുബഹി നമസ്കാരം. ആ സുബഹി നമസ്കാരം ഏറ്റവും ശ്രേഷ്ഠമാകുന്ന സമയമാണ് വെള്ളിയാഴ്ച ദിനത്തിലെ സ്വലാത്തുസ് സുബ്ഹി യൗമുൽ ജുമുഅത്തി ഫീ ജമാഅ. വെള്ളിയാഴ്ച ദിനം ജമാഅത്തായി സുബഹിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞാൽ ഏറെ ശ്രേഷ്ഠമായ ജമാഅത്തിലാണ് നമസ്കാരങ്ങളിൽ നിന്നവൻ പങ്കെടുത്തിട്ടുള്ളത് എന്ന് പ്രവാചകൻ പറയുകയാണ്. അതുകൊണ്ട് സുബഹി നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. നഷ്ടപ്പെടാത്ത വിധത്തിലുള്ള ക്രമീകരണമാണ് തീർച്ചയായും നമുക്കുണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുക, അള്ളാഹ്ക്ക് വിധേയപ്പെടുക. അവൻ്റെ ശുക്റിനെ നന്ദി പ്രകാശിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് നമസ്കാരങ്ങളെങ്കിൽ, ആ നമസ്കാരത്തിൽ ചൊല്ലുന്ന ദിക്ർ ദുആകളെങ്കിൽ ഒരു ദിനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അള്ളാഹ്ക്ക് വഴിപ്പെട്ടുകൊണ്ട് ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നത് ളുഹറിൽ മാത്രമല്ല, അസ്റിൽ മാത്രമല്ല, ളുഹറിൽ മഗ്രിബിൽ മാത്രമല്ല, ഇശായിലുമല്ല, സുബഹിക്ക് തന്നെ അത് പറഞ്ഞ് ജീവിതം അള്ളാഹ്ക്ക് സമർപ്പിച്ച് അങ്ങനെ ആത്മീയ നിർവൃതിയോടെ മുന്നോട്ട് പോകാൻ അനുഗ്രഹം ലഭിക്കപ്പെടുന്ന ഉത്തമദാസീദാസന്മാരിൽ ഉൾപ്പെടുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിക്കൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആദ്യം നിർവഹിക്കേണ്ട നമസ്കാരം സ്വലാത്തുൽ ഫജ്ർ, അതിൻ്റെ ഫളലും അഹ്മിയത്തും അതിൻ്റെ ശ്രേഷ്ഠതയും പ്രാധാന്യവും മനസ്സിലാക്കിക്കൊണ്ട് ശരീരവും മനസ്സും സമന്വയിപ്പിച്ച നമസ്കാരം നിർവഹിക്കുന്നിടത്തേക്ക് നമ്മൾ എത്തണം. നമ്മുടെ കുടുംബ ബന്ധുക്കൾ, മക്കൾ, മാതാപിതാക്കൾ, വീട്ടിലുള്ളവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി സുബഹി നമസ്കാരം നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ കരുതി കഴിഞ്ഞാൽ നമുക്ക് സാധിക്കുമെന്ന് ആലോചിക്കാവുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ അൻ അബി ബർസ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ റസൂലിൻ്റെ ഒരു പങ്കുവെക്കൽ, കാന യക്റഹുൻ നൗം ഖബ്ല അൽ ഇശാഇ വൽ ഹദീസ് ബഅദഹാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇശാഇൻ്റെ മുമ്പ് ഉറങ്ങുന്നതിനെ വെറുത്തിരുന്നു. വൽ ഹദീസ ബഅദഹാ, ഇശാഇന് ശേഷം സംസാരിച്ചിരിക്കുന്നതിനെ വെറുത്തിരുന്നു. അപ്പോൾ ഇശാഇൻ്റെ മുമ്പ് ഉറങ്ങാനും പാടില്ല, ഇശാഇന് ശേഷം വെറുതെ സംസാരിച്ചിരിക്കാനും പാടില്ല. അപ്പോൾ സുബഹി നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹദീസിൻ്റെ സാരാംശമുണ്ട്. ഇസ്ലാമിക ഉമ്മത്ത്, മുസ്ലിമീങ്ങൾ, മുസ്ലിം കുടുംബങ്ങൾ, നമ്മൾ, നമ്മുടെ മക്കളൊക്കെ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചർച്ച ചെയ്യണം. അതിൽ ന്യായമായ കാര്യങ്ങളുണ്ട് എങ്കിൽ അതിലും ടൈം ഷെഡ്യൂൾ ചെയ്യണം. കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞല്ലോ, ദുനിയാവിലായാലും ആഖിറത്തിലായാലും വിജയിക്കാൻ 5 AM ക്ലബ്ബ് എന്ന്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈമാനിൻ്റെ ദറജ കൂടുന്നതിനനുസരിച്ച് 5 AM ക്ലബ്ബ് മാത്രമല്ല, അത് 4 AM ക്ലബ്ബായിട്ട് മാറും. കാരണം പ്രഭാതത്തിൻ്റെ അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുക്കൂരിഹാ എന്നത് മനസ്സിലാക്കി ആ ബുക്കൂറിനെ അനുഗ്രഹീതമാക്കി തീർക്കാൻ പ്രഭാത നമസ്കാരത്തിന് വേണ്ടി ഒരുങ്ങി അങ്ങനെ ഈമാനിനെ അങ്ങനെ പടിപടിയായി അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അടുത്ത ആഴ്ചത്തെ ഖുത്ബയിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ട രാത്രി നമസ്കാരത്തിലേക്ക് വരെ നമ്മൾ എത്തും. അതെത്തിക്കഴിഞ്ഞാൽ പിന്നെ 4 മണിക്ക് നമ്മൾ എഴുന്നേൽക്കും. അങ്ങനെ 4 മണിക്കൊക്കെ എഴുന്നേൽക്കുന്ന O2 ഓക്സിജൻ അപ്പുറം O3 ലഭിക്കുന്നതിലേക്കൊക്കെ നമ്മളും മക്കളും പരിവർത്തിക്കപ്പെട്ടു കഴിഞ്ഞാൽ ദുനിയാവിൻ്റെ ഹസനത്തും ആഖിറത്തിൻ്റെ ഹസനത്തും ഒരുമിച്ച് ലഭിക്കപ്പെടുന്ന അനുഗ്രഹീതരും നമ്മളുണ്ടാകും. അതിനൊക്കെ രാത്രി ഒരു തരത്തിലും നമ്മൾ അതിനോട് അന്യായം കാണിക്കാൻ പാടില്ല. രാത്രി സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ വിളക്കാണത്. അപ്പോൾ അത് തന്നെ എന്താണ്, ഇനി വിശ്രമിക്കാനുള്ള സമയമായി എന്നാണ്. നമ്മുടെ മക്കളൊക്കെ പാടത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുകളിലേക്ക് നോക്കുമ്പോൾ പക്ഷികൾ, പറവകൾ കൂട്ടം കൂട്ടമായി അതിൻ്റെ ശയ്യയിലേക്ക്, വിശ്രമത്തിലേക്ക്, ഉറക്കത്തിലേക്ക് പോകും. അതുപോലെ തന്നെ നിങ്ങൾ സസ്യലതാദികളെ നോക്കിക്കഴിഞ്ഞാൽ ഏത് സസ്യലതാദികളായി കഴിഞ്ഞാലും അതൊക്കെ അതിൻ്റെ ഇലകള്, ഓലകള്
അതൊക്കെ ഇങ്ങനെ കൂമ്പൊക്കെ ഇങ്ങനെ വാടിയിട്ട് ഇങ്ങനെ അതിൻ്റെ വിശ്രമത്തിലേക്ക് പോകാൻ. അങ്ങനെ പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ മക്കൾ എന്താ ചെയ്യുന്നത്, മൊബൈലുകളിലേക്ക്, ഉപകരണങ്ങളിലേക്ക്, അതേപോലെ തന്നെ അങ്ങാടികളിലേക്ക്, നമ്മൾ രാത്രിയെ പകലാക്കാൻ പറ്റുന്ന അജണ്ടകളിലേക്ക് തിരിയാണ് പാടില്ല. അപ്പം രാത്രി നമ്മൾ ഓർഡർ ആക്കി കഴിഞ്ഞാൽ, നേരത്തെ ഉറങ്ങിക്കഴിഞ്ഞാൽ നേരത്തെ എഴുന്നേൽക്കും. ഇസ്ലാമിക് കൾച്ചർ അതാണ്, നേരത്തെ ഉറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക എന്ന്. നമ്മുടെ പഠനവും മറ്റു കാര്യങ്ങളുമൊക്കെ അതിലേക്ക് നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കുമെങ്കിൽ, ന്യായമായ കാരണങ്ങളുണ്ടെങ്കിൽ ഉറക്കത്തിന് അതിൻ്റെതായ ഷെഡ്യൂൾ വെക്കാവുന്നതാണ്. പക്ഷെ ഇതാണ് അതിൻ്റെ ഒരു പ്രകൃതിപരം, പ്രാമാണികം. ഇനിയോ ഉറങ്ങുന്ന സമയത്ത് ആദാബുന്നവും, ഉറക്കത്തിൻ്റെ മര്യാദകൾ നമ്മൾ പാലിക്കണം. ഉറക്കത്തിൻ്റെ മര്യാദകൾ എന്ന് പറഞ്ഞാൽ, നാളെ നേരത്തെ എഴുന്നേൽക്കാൻ നമ്മൾ നിയ്യത്താക്കണം. കുറച്ചുകൂടെ നേരത്തെ എഴുന്നേൽക്കണം. 2 റക്അത്ത് സുബഹിൻ്റെ സുന്നത്തടക്കം എനിക്ക് വീട്ടിൽ നിന്ന് നിസ്കരിച്ച് പള്ളിയിലേക്ക് നടന്ന് അങ്ങനെ ജമാഅത്തിന് പോകാൻ കഴിയണം. ഡോക്ടർ പറയാ കൊളസ്ട്രോൾ കൂടിയിട്ടുണ്ട്, ഷുഗറൊക്കെ കൂടി ആകെ പല കോലത്തിലേക്ക് എത്തുന്നുണ്ട്, ഒന്ന് എഴുന്നേറ്റ് ഒരു 5 മണിക്ക് ഓടുക, ഓടിയില്ലെങ്കിൽ ഇനി അധിക കാലം ഓടൂല എന്ന് പറയുമ്പോൾ നമ്മളതാ ഡോക്ടറെ വിളിക്ക്, ഡോക്ടറെ മെൻഷനിങ്ങിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് കുറച്ച് കാലം കൂടി ഈ ദുനിയാവ് കണ്ട് ജീവിക്കണമെന്ന ആഗ്രഹത്താൽ അന്നേ വരെ പള്ളി പോകാത്തവനും സൂര്യൻ ഉദിക്കുന്നത് കാണാത്തവളും ഒക്കെ ഓടുകയാണ് റൂട്ടിലൂടെ. എന്നാൽ അള്ളാഹു വിളിച്ചിട്ടുണ്ട്, അസ്വലാത്തു ഖൈറും മിനൻ നൗം. സുബഹി ബാങ്കില് ഒരു വാചകമുണ്ട്, അസ്വലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കത്തേക്കാൾ ഖൈറായത് നമസ്കാരമാണ് എന്ന്. അഥവാ ഉറക്കത്തുനിന്ന് എഴുന്നേറ്റ് പ്രഭാ നമസ്കാരത്തിന് ഒന്ന് ചടുലമായി നടന്നു പോയി കഴിഞ്ഞാൽ കൊളസ്ട്രോളിന് വേണ്ടി കുറക്കാൻ വേണ്ടി വേറെ നടത്തത്തിൻ്റെ ആവശ്യം വരൂല എന്നാ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഉറക്കത്തിൻ്റെ മര്യാദ പാലിക്കാൻ നേരത്തെ എഴുന്നേൽക്കാൻ പറ്റുന്ന വിധത്തിൽ പ്രാർത്ഥിച്ച് ഉളുവെടുത്ത് ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഅഹ്യ എന്നൊക്കെ പ്രാർത്ഥിച്ച് ആയത്തുൽ കുർസിയൊക്കെ ഓതി ഫലക്കും നാസും ഒക്കെ ഓതിയിട്ട് കയ്യിൽ ഓതി ശരീരത്തിലൊക്കെ തടവി, അള്ളാഹുവേ നാളെ ഒരു പ്രതീക്ഷയുടെ പ്രഭാതം എനിക്ക് നീ നൽകണമെന്ന പ്രാർത്ഥന മനസ്സോടെ ശയ്യയിലേക്ക് ഉറക്കത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അള്ളാഹ് സഹായിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മൾ ഒരുക്കണ്ടോ ഇല്ലേ എന്ന് നമ്മൾ ആലോചിക്കുക. അതേപോലെ ദിക്റുൽ മൗത്ത്, മരണത്തെക്കുറിച്ചുള്ള ചിന്ത. ഏത് സമയത്താണ് ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടു പോവുക, നിർവഹിക്കേണ്ടതൊക്കെ നിർവഹിക്കാൻ ഇനി അവസരം കിട്ടുമോ ഇല്ലേ എന്നൊക്കെ ആലോചിച്ച് കിടക്കുക. വഅദാബുൽ ഖബർ, ഖബർ ശിക്ഷയെക്കുറിച്ച് ജിബ്രീലിനോട് പ്രവാചകൻ ചോദിച്ചു. പാറക്കല്ല് കൊണ്ട് തല തല്ലി പൊട്ടിക്കപ്പെട്ടിരുന്ന ആ ശിക്ഷ ഏറ്റുവാങ്ങുന്ന മനുഷ്യൻ ആരാണ്, എന്താണ് അവൻ ചെയ്ത പാതകമെന്ന് ചോദിക്കുമ്പോൾ ജിബ്രീൽ പറഞ്ഞു കൊടുക്കുക, നമസ്കാരത്തെ തൊട്ട് ഉറങ്ങിയവനാണ് അവൻ ഏറ്റുവാങ്ങുന്ന ശിക്ഷയാണ് അതെന്ന്. ഒരു കാരണവുമില്ലാതെ നമ്മളങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സഹിക്കാൻ കഴിയോ ഖബറിലെ ശിക്ഷ, പരലോകത്തെ അവസ്ഥ? നമുക്ക് പ്രകാശം കൊണ്ടാണോ നമ്മൾ വരവേൽക്കപ്പെടുക? അതല്ല ഉജൂഹും യൗമൈദിൻ ഖബറ എന്ന് പറയും, കൂരിരുട്ട് മൂടിയിട്ടുള്ള അവസ്ഥയിലായിരിക്കോ നമ്മളും മക്കളുമൊക്കെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത കോലത്തിലായിരിക്കുമോ പരലോകത്ത് വരിക എന്ന് നമ്മൾ ചിന്തിക്കുക. അതേപോലെ തന്നെ നേരത്തെ ഉണരാനും നിർവഹിക്കാനും ഒക്കെ അള്ളാഹു ആരോഗ്യം തന്നു. കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞതുപോലെ ആഫിയത്ത് തന്നു, സമാധാനമുള്ളൊരു സാമൂഹിക അന്തരീക്ഷമൊക്കെ തന്നു. നന്ദി കാണിക്കണ്ടേ? കോവിഡ്, ലോക്ക്ഡൗണ്, കണ്ടെയ്ൻമെന്റ് സോൺ പദങ്ങളൊന്നും മറന്നിട്ടുണ്ടാകൂല. കണ്ടെയ്ൻമെന്റ് സോൺ ഒന്ന് മാറിയിരുന്നെങ്കിൽ, കോവിഡൊക്കെ ഒന്ന് മാറിയിരുന്നെങ്കിൽ ജുമാക്ക് പള്ളിയിൽ പോകാമായിരുന്നു, സുബൈക്ക് പള്ളിയിൽ പോകാമായിരുന്നു എന്നൊക്കെ കൊതിച്ച ഒരു കാലം നമുക്കുണ്ടായിരുന്നു എങ്കിൽ അള്ളാഹു അതെല്ലാം മാറ്റി സാമൂഹിക അന്തരീക്ഷം നോർമലാക്കി തന്നു എങ്കിൽ നമ്മൾ ശുക്ർ കാണിച്ചോ, അനുഗ്രഹം കാണിച്ചോ എന്ന് ആലോചിക്കുക. അതേപോലെ തന്നെ എഴുന്നേൽക്കാൻ അലാറൊക്കെ കയ്യെത്താത്തോർത്ത് വെക്കുക. എത്തിനോടത്ത് വെച്ച് കഴിഞ്ഞാൽ പിശാച് കൂടെ ഉണ്ടാകും. അപ്പം എന്ത് ഓഫാക്കിയിട്ട് പിന്നും കെടുക്കും. അപ്പോൾ കുറച്ച് ദൂരെയായിട്ട് വെക്കുക. അതേപോലെ തന്നെ എഴുന്നേൽക്കുന്ന ശീലമില്ലെങ്കിൽ ഭാര്യയോടൊന്ന് വിളിക്കാൻ പറയുക. അതല്ലെങ്കിൽ സുബൈക്ക് പോണ ആളുകളെ നോട്ട് ചെയ്യുക. നല്ല മനുഷ്യന്മാരായിട്ട് സൗഹൃദ ബന്ധം ഉണ്ടാകണമല്ലോ. നാട്ടിൽ മഹല്ലിൽ പ്രദേശത്ത് ആരാണ് സുബൈക്ക് പള്ളിയിൽ പോണ ആളുകളെന്ന് കണ്ടെത്തുക. അതൊരു കണ്ടെത്തല. ബിസിനസ്സിന് ഷെയർസിനും പാർട്ട്നേഴ്സിനും കണ്ടെത്താൻ വേണ്ടി നമുക്ക് നല്ല മിടുക്കുണ്ട്. ദുനിയാവിൻ്റെ കാര്യത്തിൽ നല്ല മിടുക്കുണ്ട്. കുട്ടികളുടെ പല കാര്യങ്ങളിലും നമ്മൾ പല കമ്മ്യൂണിക്കേഷനും ചർച്ചകളും നടത്താറുണ്ട്. എന്നാൽ എല്ലാം നന്മയിൽ ആക്കി തീർക്കാൻ വേണ്ടി സുബൈക്ക് പള്ളി പോണ ഈ നിഫാക്ക് കലരാത്ത യഥാർത്ഥ മുഖലിസീങ്ങളായ മുസ്ലിമീങ്ങൾ ആരാണ് എൻ്റെ നാട്ടിൽ എൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് കണ്ടെത്തിയിട്ട് അവരോടൊരു കരാറ്, ആ 5 മണി സമയത്തൊന്ന് വിളിക്കണം. 2-3 തവണ നീ എന്നെ വിളിച്ചോ, എനിക്കൊരിക്കലും വെറുപ്പ് തോന്നൂല. കാരണം സുബൈക്ക് പള്ളി പോകാൻ ആഗ്രഹിച്ചിട്ടാ. അതിൻ്റെ ഫضല് കിട്ടാതെ മരിക്കാൻ പാടില്ല. ഒരു ദിനെങ്കിലും എനിക്ക് അങ്ങനെ വേണമല്ലോ, വെള്ളിയാഴ്ച വിളിക്കണട്ടോ. അതിന് പ്രത്യേക ശ്രേഷ്ഠണ്ട് സുബൈ ജമാഅത്തിന്. വതആവനു അലൽ ബിർരി വത്തഖ്വ,
നന്മയിലും പുണ്യത്തിലൊക്കെ പരസ്പരം ഈ ഉമ്മത്ത് സുഹൃത്തുക്കൾ വിശ്വാസികൾ സഹകരിക്കണമെന്നാൽ ആ സഹകരണത്തിന്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വിളിച്ച് ഓർമ്മപ്പെടുത്തിയിട്ട് അങ്ങനെ കൊണ്ടുപോവുക. ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീത പ്രഭാതത്തെ അനുഗ്രഹമുള്ളതാക്കി തീർക്കാനും പ്രഭാതത്തിൽ നിർവഹിക്കേണ്ട അനുഗ്രഹീതമായ ആദ്യത്തെ അനുഷ്ഠാന കർമ്മം ഫജ്ർ നമസ്കാരം നിർവഹിച്ച് അള്ളാഹ്ക്ക് ശുക്റുള്ളവരായി തീരാനും സാധിക്കും. അങ്ങനെയുള്ളവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവെ, അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളെ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമേ നാഥാ. അള്ളാഹുവെ, ഞങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ഇബാദത്തുകൾക്കും നീ നിർണയിച്ചു വെച്ച പ്രതിഫലം നൽകി ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണമേ നാഥാ. അള്ളാഹുവെ, നമസ്കാരത്തിന്റെ ഗൗരവം മനസ്സിലാക്കി സമയബന്ധിതമായി നമസ്കാരം നിർവഹിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥാ. അള്ളാഹുവെ, സുബഹ് നമസ്കാരം സംഘടിതമായി നിർവഹിക്കുന്ന അനുഗ്രഹീതരിൽ ഞങ്ങളെ നീ ചേർക്കണമേ നാഥാ. അള്ളാഹുവെ, ഞങ്ങളുടെ ഹലാലായ ഉദ്ദേശ ലക്ഷ്യങ്ങളെ നീ സഫലമാക്കി തരണമേ നാഥാ. അസുഖം ബാധിച്ച് ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ, അള്ളാഹുവെ, അവർക്ക് നീ ആശ്വാസവും ശമനവും നൽകണമേ നാഥാ. ഉപജീവന വഴിയിൽ പല രൂപത്തിലുള്ള പരീക്ഷണങ്ങളും പ്രയാസങ്ങളും സാമ്പത്തിക ഞെരുക്കങ്ങളും കടബാധ്യതകളുമായി രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ഹലാലായ വഴിയിലൂടെ സഞ്ചരിക്കാൻ സാഹസം കാണിക്കേണ്ടി വരുന്ന ജീവിത ചുറ്റുപാടുകൾ നാഥാ എല്ലാം നീ എളുപ്പമാക്കി തരണമേ. നിന്നിന്റെ വിധിവിലക്കുകൾ അതിന് വിധേയപ്പെടുന്നതോടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നീ അനുവദിച്ചു തരണമേ നാഥാ. ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി തരണമേ നാഥാ. അള്ളാഹുവേ, ഞങ്ങളിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് പൂർണ്ണമായ വേഗത്തിലുള്ള ശമനം നൽകണമേ. മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് നൽകണമേ നാഥാ. അള്ളാഹുവേ, സിറിയയിൽ, ലബനാനിൽ, ഫലസ്തീനിലൊക്കെ പോരാട്ടങ്ങളിൽ അതേപോലെ തന്നെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, അള്ളാഹുവെ, അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണമേ, ഷഹാദത്ത് നൽകണമേ. പോരാട്ടങ്ങൾക്ക് അന്തിമ വിജയം നൽകണമേ. പോരാളികൾക്ക് നീ സ്ഥൈര്യം നൽകണമേ. സൈന്യസത്തെ നീ തകർക്കണമേ നാഥാ. അവരുടെ കുതന്ത്രങ്ങൾ നിന്റെ തന്ത്രങ്ങൾ കൊണ്ട് നീ ഇല്ലായ്മ ചെയ്യണമേ നാഥാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്.